എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 18-ാം വാക്യം വരെയാണ് വായിച്ച് നാം അവസാനിപ്പിക്കുവാനിടയായി ചേർന്നത്. 19-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം, ആകിയാൽ നിങ്ങൾ ഇനി ദൈവത്തിൻ്റെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് NLT ബൈബിളിനകത്ത് ആദ്യം എഴുതിയേക്കുന്നത് ആമേൻ, അവിടെ വി ആർ ഹിസ് ഹൗസ് എന്ന, അല്ലേ? അങ്ങനെയല്ലേ തുറന്നത്? വി ആർ ഹിസ് ഹൗസ്, നാം അവൻ്റെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്, നാം അവൻ്റെ ഭവനമാണ്. നാം ആമേൻ. മലയാളത്തിൽ വരുമ്പം ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ എന്ന് പറയുമ്പോൾ വി ആർ ഹിസ് ഹൗസ്, നാം ദൈവത്തിൻ്റെ ഭവനമാണ്. 20-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്തോത്രം ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. ആകയാൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനെ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിയുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായി ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. ഈ വചനത്തെ ഇന്ന് ഞങ്ങൾക്ക് വാഴ്ത്തി നൽകുമാറാകണമേ. ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടുവാൻ ഈ വചനം കാരണമായി ചേരണം. സ്വർഗം ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, സന്തോഷത്തോടൊന്നൊരു സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സ്തോത്രം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് എവിടെ വസിക്കുന്നു? സ്തുതികളിൽ വസിക്കുന്നു. അപ്പോൾ ഇറങ്ങി അവൻ വന്ന് നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന് സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ആമേൻ ഒന്ന് സ്തുതിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എവിടെ വസിക്കുന്നു? സ്തുതികളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ആമേൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് അതൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് വെളിപ്പാട് പ്രാപിച്ച ആമേൻ പഴയ നിയമ ഭക്തൻ പറയുകയാണ്, നിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അങ്ങനെയാണെങ്കിൽ ആ സാന്നിധ്യം നാം തുടർമാനം അനുഭവിക്കാൻ സ്തോത്രവും സ്തുതിയും നമ്മുടെ അകത്തുനിന്ന് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ നമ്മുടെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാണ്? ആമേൻ, ദൈവത്തിന്റെ ഭവനക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ ഭവനമാണ്. അപ്പോൾ കർത്താവ് ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ അകത്താണ്. നമ്മുടെ അകത്ത് കർത്താവ് തുടർമാനമായി ഇരിക്കണമെങ്കിൽ എന്ത് വേണം? സ്തുതി വേണം. ഹല്ലേലൂയ. സ്തുതിക്കാതെ ഇരുന്നാൽ കർത്താവ് നമ്മളെ വിട്ടു പോകും. അതുകൊണ്ട് ആമേ സ്തുതി നമ്മളിൽ ഒരിക്കലും കുറയരുത്. അത് ഈ ആരാധനാലയത്തിൽ മാത്രം സ്തുതിച്ചാൽ പോരാ, അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ആ സ്തുതി നമ്മുടെ അകത്തൊന്ന് ഉയരാൻ ആമേ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഭാഗം നമ്മൾ തൊട്ടു. ആമേ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ സ്തുതി ഒരിക്കലും കുറയണ്ട. ദൈവമേ, സ്തുതി കുറഞ്ഞാൽ കർത്താവ് നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് നമ്മളോട് കൂടെ കർത്താവ് ഇരിക്കാൻ, നാം അവന്റെ സാന്നിധ്യത്തിലാകാൻ, ആ സാന്നിധ്യം നാം അനുഭവിച്ച് സന്തോഷിക്കാൻ ദൈവം പറയുക, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പഴയ നിയമത്തിനകത്ത് പറയാ, നിങ്ങൾ വഴി നടക്കുമ്പോഴും നിങ്ങൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ അറിയാതെ നാം സ്തുതിക്കുമ്പോൾ ആ സാന്നിധ്യം നാം അനുഭവിക്കാൻ ഇടയായി ചേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആലയത്തിനകത്ത് പ്രാർത്ഥനയോടെ ഇതിനകത്ത് കയറി വരുമ്പോൾ അവൻ സ്വത്രം ആത്മാവിൽ സെൻസ് ചെയ്യുന്ന ഏത് ഒരു വ്യക്തിക്കും ആത്മസാന്നിധ്യം അനുഭവിക്കുവാനിടയായി ചേരും. എന്നാൽ ഞാൻ നമ്മുടെ ദൈവങ്ങളോട് പറയട്ടെ, ആലയത്തിനകത്തൊരു ദൈവ സാന്നിധ്യം ഉണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നത് അനുഭവിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ സ്വത്രം ചെയ്യുക. എന്നാൽ ഈ ആലയത്തിനകത്ത് മാത്രം സാന്നിധ്യം പോരാ, നാം ദൈവത്തിന്റെ ആലയമാണ് നാം ഓരോരുത്തരും. അപ്പോ ഇതിനകത്തും ആ സാന്നിധ്യം തുടരാൻ നമ്മൾ തയ്യാറാകണം. എന്തുകൊണ്ടാണ് ആലയത്തിനകത്ത് സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഇടയായി ചേരുന്ന? ഇതിനകത്ത് നിന്ന് ഒരുപാട് സ്തുതി, സ്തോത്രം, പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം ഉയരുമ്പോ ഇതിനകത്ത് കയറുമ്പോൾ ഇതിനകത്തൊരു സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ്. അല്ലാതെ ബിൽഡിങ്ങിന്റെ പ്രത്യേകത കൊണ്ടല്ല. കാരണം ഇതിനകത്ത് എപ്പോഴും സ്തുതിയും സ്തോത്രവും കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുന്നു, ആരാധിച്ചു തുടങ്ങുന്നു, ദൈവത്തെ പാടി തുടങ്ങുന്നു. അങ്ങനെ പാടിയും ആരാധിച്ചു സ്തുതിച്ചു ഒരുപാട് പാട്ട്
ഒരുപാട് പ്രാർത്ഥന, ഒത്തിരി ആരാധനയും ഇതിനകത്ത് നടന്നതുകൊണ്ട് ആ സാന്നിധ്യം നാം അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ അകത്തകത്ത് നമ്മൾ സ്വന്തം ദൈവത്തിന്റെ ആലയം നമ്മുടെ ഈ ശരീരമായതുകൊണ്ട് ഇതിനകത്തൊന്ന് തുടർമാനമായി സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും ആരാധിക്കാനും നമ്മൾ തുടങ്ങിയ ആ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് നാം അനുഭവിക്കുന്നത് പോലെ സദാസമയം നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിത സമസ്ത മേഖലക്കകത്ത് നമുക്ക് അനുഭവിക്കാനിടയായി ചേരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ഹൃദയത്തിനകത്ത്, എന്റെ ജീവിതത്തിനകത്ത്, എന്റെ ചിന്തകൾക്കകത്ത്, എന്റെ എല്ലാ മേഖലക്കകത്ത് എനിക്ക് സാന്നിധ്യം അനുഭവിക്കണോ? ദൈവം പറയുന്നു, ഒറ്റ കാര്യമുള്ളൂ, നീ ശ്രദ്ധിച്ചു തുടങ്ങ്. ആലയത്തിന് കൂടെ സ്തുതി തീരാതെ വീട്ടിൽ പോയാലും ഞാൻ സ്തുതിക്കുമെന്നൊരു തീരുമാനമെടുക്ക്. നടക്കുമ്പോൾ സ്തുതിക്കുമെന്ന് തീരുമാനമെടുക്ക്. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചില്ലെന്ന് വരാം, പക്ഷെ നിന്റെ ആഴമേറിയ തീരുമാനവും നിന്റെ പ്രതിജ്ഞയും കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആ സാന്നിധ്യം തുടർമാനം അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ ഭവനമാണ്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ആരാ? ആമേൻ. ഞാൻ ദൈവത്തിന്റെ ഭവനമാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളൊരു ഭവനത്തിനകം ഒത്തിരി ടൈപ്പ് വീടുണ്ട്. ചെറിയ വീടുണ്ട്, വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, കൊട്ടാരം, സ്തോത്രം, കുടിലുണ്ട്, സ്തോത്രം. പക്ഷെ ഒരു കാര്യം പറയാം, ചില കുടിലിൽ കൊട്ടാരത്തെക്കാളും, സ്തോത്രം, ഹല്ലേലൂയ, സമാധാന അന്തരീക്ഷം തരുന്ന കുടിലുകളുണ്ട്, സ്തോത്രം. അതതിൻ്റെ അറ്റ്മോസ്ഫിയറാണ് അതങ്ങനെ കൊണ്ടുണ്ടാക്കി നമുക്ക് തരുന്നത്. ചിലപ്പോൾ വലിയ വീടാണ്, പക്ഷേ അതിനകത്ത് കയറിയ ഒരു കംഫർട്ടും ഫീൽ ചെയ്യില്ല. അതിൻ്റെ രീതിയും അതിൻ്റെ അകത്തെ സംഭവങ്ങളും കിടപ്പും ഒക്കെയാണ്. പ്രേക്ഷകരോ അത് നിലകൊള്ളുന്ന വീടിൻ്റെ ആ വീട്ടിൻ്റെ പശ്ചാത്തലമാണ് ആ അന്തരീക്ഷം കൊണ്ട് തരുന്നത്. അല്ലാതെ സ്വതന്ത്രം പഠിച്ച എൻജിനീയർ പണിതിനകത്ത് അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്തത് ഒക്കെ അതിനകത്ത് വ്യത്യാസമുണ്ട്. സ്വതന്ത്രം. നമ്മുടെ ആലയത്തിനകത്ത് ചില പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടെ ഒരു ചർച്ചിനകത്ത് പോയി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേറൊരു ലെവലാണ്. സ്വതന്ത്രം പലയിടത്തും. അപ്പോൾ അത് തന്നെ കാണാനൊരു സന്തോഷമുണ്ട്. പ്രേക്ഷിതം. നമ്മളാകെ രണ്ട് പൂച്ചയുടെ എൻ്റെ ഉള്ളിലുള്ള ചർച്ച ഇതിൻ്റെയൊക്കെ ഒത്തിരി മനോഹരമാകണമെന്ന്, ഇതിനകത്തിനെയും ലക്ഷങ്ങൾ ചെലവാക്കണമെന്ന് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വന്നു. അപ്പം ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ദൈവത്തിൻ്റെ ഭവനമായതുകൊണ്ട് സ്വതന്ത്രം ദൈവത്തിന് വസിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്കകത്ത് നമ്മുടെ ഈ അകത്തെ ഭവനത്തെ നമ്മൾ ഒരുക്കണം. സ്വതന്ത്രം. അല്ലെങ്കിൽ നമ്മുടെ അകത്ത് സ്വത്രം യേശു കർത്താവ് വന്നിരിക്കത്തില്ല, അവൻ ഇരിക്കാൻ പറ്റിയല്ല. ഇനി നിർവാഹം ഇല്ലാണ്ടെങ്ങാനും വന്നാ അവൻ നമ്മെ അതിനകത്ത് കിടന്ന് വേദന അനുഭവിക്കും. ഓഹോ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിനെ വസിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെ എത്ര പേര് തീരുമാനമെടുക്കും? ദൈവത്തിന് സ്വത്രം ബുദ്ധിമുട്ടിക്കുന്ന യാതൊന്നും ഹല്ലേലൂയ ഞാൻ ചെയ്യത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. ചിലരെ പുറത്താക്കാൻ ചിലർ ചോദിക്കട്ടെ, വീട്ടിൽ ചെല്ലുമ്പോൾ പണ്ടത്തെ വീടുകളിൽ നന്നായിട്ട് അരി അടപ്പത്തിട്ടതായിരിക്കാം, ചായ വെച്ചതായിരിക്കാം, പക്ഷെ പുക കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയല്ല, അകത്തിരിക്കാൻ പറ്റിയല്ല. അപ്പൊ ചോദിക്കാവുന്ന ചോദ്യമുണ്ട്, പുകച്ച് പുറത്താക്കുകയാണോ? സ്വത്രം. ഹല്ലേലൂയ. കാരണം പുക കൂടുതലായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അകത്ത് ശ്വാസം മുട്ടും. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ പുറത്തിരിക്കാന്ന്, പുകച്ച് പുറത്താക്കി. സ്വത്രം. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് ഇരിക്കണമെങ്കിൽ സ്വത്രം അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. കർത്താവ് പോണെങ്കിൽ നമ്മളൊന്ന് പുകച്ചാൽ മതി. പ്രേക്ഷല്ലോ. അത് ഹല്ലേലൂയ. പുറത്തുനിന്നുള്ള പുകയാകാം, ജീവിതമാകുന്ന പുകയാകാം, അശുദ്ധമായ അന്തരീക്ഷമാകാം. അശുദ്ധമായ അന്തരീക്ഷം ഹൃദയത്തിന്റെ അകത്തെന്ന് പറഞ്ഞാൽ നിന്റെ വയറ്റിനകത്തേക്ക് പോകുന്നത് അല്ല നിന്നെ അശുദ്ധരാക്കുന്നത്, നിന്റെ അകത്തൊന്ന് പുറത്തേക്ക് വരുന്നത്, നീ ഇടപെടുന്നത്, നീ പറയുന്നത്, നീ ചിന്തിക്കുന്നത്, നീ ജീവിതത്തിൽ ഇടപെടുന്നത് സകലതും എന്ത് ചെയ്യും? അകത്ത് അശുദ്ധ അന്തരീക്ഷം ഉണ്ടാക്കും, അകത്ത് ദുർഗന്ധം ഉണ്ടാക്കും. അവിടെ കർത്താവ് ഇരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം, ഇതെന്റെ കർത്താവിന്റെ ശരീരമായതുകൊണ്ട്. ഹല്ലേലൂയ, ആമേൻ,
ഹല്ലേലൂയ. എന്റെ നോട്ടം ദൈവത്തിന് ഇരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാക്കുക. എന്റെ സംഭാഷണം ദൈവത്തിന് ഇരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാക്കുക. എന്റെ ചിന്ത ദൈവത്തിന് എന്റെ അകത്തിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാക്കുക. എത്ര പേര് സ്വന്തം എന്റെ കർത്താവിനെ ഞാൻ എന്റെ അകത്തൊന്ന് വിടത്തില്ല. അവന് ഇരിക്കാനുള്ള എല്ലാ സൗകര്യം എന്റെ ഹൃദയത്തിനകത്ത് അവന് വസിക്കാനുള്ള എല്ലാ അന്തരീക്ഷം ഞാൻ എന്റെ അകത്ത് ഒരുക്കി കൊടുക്കുകയാണ്. എത്ര പേര് തീരുമാനമെടുക്കുക? ഹല്ലേലൂയ. തീരുമാനം നിങ്ങളുടെ അകത്ത് നിന്ന് അകത്തെ അത് ഇതിനകത്തിറങ്ങി വന്ന ശ്രുതികളിൽ വസിക്കുന്ന കർത്താവ് കാണുന്നു. നിങ്ങൾ എടുത്ത തീരുമാനം പാസ്റ്റർ കണ്ടിട്ടില്ല, പാസ്റ്ററോട് പറയണ്ട, അടുത്തിരിക്കുന്നവരോട് പറയണ്ട. പക്ഷേ നിങ്ങൾ അകത്ത് ചിന്തിക്കുന്നത് കാണുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ചോദിക്കുക, നിന്റെ ഹൃദയത്തിൽ എനിക്കൊന്ന് വസിക്കണോ? അതേ സ്വന്തം നിനക്ക് അന്തരീക്ഷം ഒന്ന് ഒരുക്കി തരാൻ പറ്റുമോ? നീ അതിനു വേണ്ടി എല്ലാം തയ്യാറാകുമോ? നിന്റെ ആവശ്യത്തിന് വേണ്ടി എന്റെ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് വിളിക്കാതെ, ആമേൻ, നിന്റെ ആവശ്യത്തിന് വേണ്ടി കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാതെ, അപ്പാ നിന്റെ ഇരിപ്പിടവാൻ എന്റെ ഹൃദയത്തെ എന്റെ ജീവിതത്തെ ഞാൻ ഒരുക്കി തരുന്നു. നീ എന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഞാൻ നിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള വ്യക്തിയോ. എന്റെ ഈ ശരീരം നിനക്ക് വസിക്കാനുള്ള ഭവനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരുക്കും. സ്വതന്ത്രം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ്. നാം ദൈവത്തിന്റെ ഭവനമാണ്. നമ്മൾ ഒരുക്കണം. വേറൊരാളുമല്ല ഒരുക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ നിവാസമായതുകൊണ്ട്, നാം ദൈവത്തിന്റെ ഭവനമായതുകൊണ്ട് ഇതിനകത്ത് കർത്താവ് വസിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ സ്വത്രം വസിക്കാൻ വേണ്ടി എന്താ ഇഷ്ടം? സ്വത്രം നമ്മുടെ വീട്ടിൽ സ്വത്രം നല്ലൊരു വിരുന്നുകാരൻ വന്ന എന്താ കുടിക്കാൻ? നമ്മുടെ വീട്ടിൽ പലവിധമായ വെള്ളങ്ങളുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, നമ്മുടെ കയ്യിൽ സ്വത്രം അവിടെ ടാങ്ക് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സ്വത്രം ചായയുണ്ട്, കാപ്പിയുണ്ട്, പലവിധമായതുണ്ട് എന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ ആ വ്യക്തിയെ ആദരിക്കുന്നത് കൊണ്ട് എന്താ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താ വേണ്ടേ? സ്വത്രം കുടിക്കാൻ എന്താ വേണ്ടേ? ഏത് വേണമെങ്കിലും ആദരിക്കുന്നത് കൊണ്ട് ഞാൻ തരാൻ തയ്യാറാണ്. പറഞ്ഞാ മതി, ഞാൻ ചെയ്തു തരാം. കഴിക്കാൻ എന്താ ഇഷ്ടഭക്ഷണം? അങ്ങനെയല്ലേ ചോദിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഒരാൾ താമസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് നാളെ കഴിക്കാൻ എന്താ ഇഷ്ടമുള്ളത്? ഇന്നത് രാവിലെയാണെങ്കിൽ പുട്ടുണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണോ, അപ്പം ഉണ്ടാക്കണോ, ചപ്പാത്തി വേണോ, ഇനി വേറെ വല്ലതും വേണം? നമ്മൾ ചോദിക്കും. എന്താന്ന് വെച്ചാൽ ആ വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നു. അതുകൊണ്ട് അതിനു വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായ നാം ദൈവത്തിൻ്റെ ഭവനമായതുകൊണ്ട് ദൈവം നമ്മുടെ ഭവനത്തിനകത്ത് വസിക്കേണ്ടതിന് നമ്മൾ കുറെ ഡിമാൻഡ് വെച്ചിട്ട് അങ്ങോട്ട് പറയല്ല. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. സ്വത്രം. എന്ത് ചോദിക്കണം? കർത്താവേ, എന്താ നീ ആഗ്രഹിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹോസ്റ്റലിൽ ചെന്ന, PG ചെന്ന, കോളേജിൽ ഹോസ്റ്റലിൽ ചെന്ന നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ തരണത് വേണേ. നിർവാഹം ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? സ്വത്രം. PG-ക്കാർ എന്ത് ചെയ്യും? അവിടെ പോയി PG പോയി താമസിക്കും. ഞങ്ങൾ തരണം വേണേ തിന്നാ മതി, ഇല്ലെങ്കിൽ പൊക്കോ. സ്വത്രം. കർത്താവ് അത്ര നിർവാഹമില്ലാത്ത വ്യക്തിയല്ല. സ്തോത്രം. ഞാൻ മുട്ടുന്നു, നിങ്ങൾ തുറക്കണം. ഞാൻ ചവിട്ടി തുറക്കുകയല്ല. സ്വത്രം. ഞാൻ റെഡിയാണ്. നിങ്ങൾ എൻ്റെ ഭവനമാണ്. ഞാൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് വസിക്കാം. പക്ഷേ അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണം. ഹല്ലേലൂയ. ദൈവം ആരുടെ ഹൃദയത്തെ നിർബന്ധപൂർവമായി വന്ന് ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ നമുക്ക് ചെയ്യേണ്ടതെല്ലാം കാൽവറി ചെയ്തു. അതുകൊണ്ട് ഇന്ന് ദൈവം പറയാം, ഞാൻ നിന്റെ അകത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ഞാൻ സന്തോഷവാനാണ്. ഞാൻ നിങ്ങളുടെ അകത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം മാറ്റാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ഭവനത്തിനകത്ത് എനിക്ക് വസിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ വേണം. ഹല്ലേലൂയ. സ്വത്രം. ഒരിക്കലും ഒരാൾ സ്വത്രം പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ആലത്തൂർ വലിയ ലോഡ്ജ് കിട്ടുമോ? ആ ലോഡ്ജിൽ സ്വത്രം ക്ലോസറ്റ് വരെ ഫോട്ടോ എടുത്ത് അയക്കണം. എന്തിനാണെന്നറിയോ?
അതിൽ പോയി ഇരിക്കാൻ പറ്റുമെന്ന് അവർക്കൊന്ന് അറിയണം. സ്വത്രം ബെഡ്റൂം അമ്മ ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കണം. വരുന്ന പാർട്ടി അങ്ങനെയുള്ളതാണ്. സ്വത്രം. അപ്പം ഞാൻ ചെന്ന് നല്ല അമ്മ സ്വത്രം സിഗ്നലിൽ ചെന്ന് ഹോട്ടലിലെല്ലാം ഫോട്ടോ എടുത്തു. വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അമ്മ ആ റൂം എങ്ങനെയുണ്ട്, ആ ക്ലോസറ്റ് എങ്ങനെയുണ്ട്, എല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത്. ഒരു മാന്യനായ വ്യക്തി ആ ലോഡ്ജിൽ പോലും താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് അവനെപ്പോലെ മാന്യനായ ഒരുവൻ ഉലകത്ത് വേറെയില്ല. അവനെപ്പോലെ ആദരണീയൻ വേറെ ഒരുവനില്ല. അവൻ പറയാ, ഞാൻ നിന്റെ ഭവനത്തിനകത്തേക്ക് വരാം, പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ കുഞ്ഞ്, എനിക്ക് കുറച്ച് ഡിസിപ്ലിൻ ഉണ്ട്. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം? വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ വിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയും, ആമേൻ, ആ ഹൃദയം, ആമേൻ, നിന്റെ അകത്തെ നിന്റെ ഭവനത്തെ നീ എനിക്ക് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവോ? പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവോ? ആമേൻ. ഇന്ന് ദൈവം പറയുന്നു, നീ തയ്യാറാണെങ്കിൽ നിന്റെ അകത്ത് വസിച്ച് ആമേൻ സ്വത്രം നിന്നെയും ഞാൻ ഒരു അനുഗ്രഹമാക്കാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. സ്വത്രം. വഴിയെ പോകുന്ന എല്ലായിടത്തും കയറി വസിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സന്തോഷമുള്ള ഒരു ജീവിതം വേറെ ഇല്ല കേട്ടോ. നമ്മൾ പറയാ അങ്ങനെയൊന്നും അല്ല, ഈ വേറെ സന്തോഷമുണ്ടെന്ന്. ആ സന്തോഷമൊക്കെ താൽക്കാലികമാണ്, അതൊക്കെ പരാജയമാണ്. അതെ, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നിരാശ തരുന്നതാണ്. എന്ന കർത്താവ് വസിച്ച നിന്റെ ജീവിതം ആനന്ദപൂർണമാണ്. നമ്മുടെ ജീവിതം അതിമനോഹരമാണ്. അതുകൊണ്ട് ചിലതൊക്കെ വേണ്ടാന്ന് വെക്കാം. ചിലതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംഭാഷണം അതങ്ങ് അവസാനിപ്പിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നോട്ടം അതങ്ങ് അവസാനിപ്പിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ അതങ്ങ് അവസാനിപ്പിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വത്രം പലവിധമായ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് വേണ്ടാന്ന് വെക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം പറയാണ്, സ്വത്രം, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ അതിനകത്ത് വന്നിരിക്കും. ഹല്ലേലൂയ. 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 അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റട്ടെ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം, അവന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ ഇവിടെ നിന്ന് സ്തോത്രം ദൈവത്തിന്റെ നിയോഗത്താൽ വിളിച്ചു പറയുമ്പോ ഇതിനകത്തിരുന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്ന ചില സമർപ്പണങ്ങൾ എടുക്കുന്ന നിങ്ങളെ കാണുന്ന ആ കർത്താവ് സന്തോഷിക്കുന്നു കേട്ടോ. ആ കർത്താവ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ആ കർത്താവ് നിങ്ങളെയോ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ എന്റെ ജീവിതം കൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കുമെന്ന് ഉറപ്പുള്ളവർ കരം തട്ടിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? Praise the Lord. നിങ്ങളിൽ വസിക്കുന്നു എന്നും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട്, ദൈവം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മന്ദിരത്തെ ഏതെങ്കിലും നിരത്തിൽ ദൈവത്തിന് വസിക്കാൻ പറ്റാത്ത നിലയിൽ അതിനെ സ്വത്രം തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്താൽ അവിടെ എന്താ പറയുന്നേ? എന്താ പറയുന്നത് അവിടെ? ദൈവം നിങ്ങളെ നശിപ്പിക്കും. സ്വത്രം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വരണമേ കർത്താവേ എന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞു. ദൈവം വരികയും ചെയ്തു. എന്നിട്ട് ദൈവത്തിന് സ്വത്രം വസിക്കാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥയല്ലാതെ നമ്മുടെ ഈ ശരീരത്തിന് തെറ്റായി ഉപയോഗിച്ചാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സ്വത്രം നമ്മുടെ ഇന്ന് കർത്താവ് അങ്ങ് വിട്ടുപോകും. നമ്മുടെ ഉള്ള സമാധാനം മുഴുവൻ അങ്ങ് പോകും. സ്വത്രം
ഹല്ലേലൂയ. ജീവിതത്തിനകത്തുള്ള സകല പ്രതീക്ഷയും സകല സ്വതന്ത്രം ഹല്ലേലൂയ ഐശ്വര്യം അങ്ങ് ഇല്ലാതെയാകും. ഞാൻ ഒത്തിരി പേര് എനിക്കറിയാം കർത്താവിനെ ഒരു സമയത്ത് കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി, പിന്നത്തേത് കർത്താവിനുമായിട്ടൊരു ബന്ധമില്ലാതെ പോയി. പിന്നീട് അവരുടെ ജീവിതത്തിനെടുത്ത് നോക്കിയ അവർ എന്തെങ്കിലുമൊക്കെ ആണോന്ന് ചോദിച്ചാൽ ആണ്, ജീവിതമാണോന്ന് ചോദിച്ചാൽ ജീവിതമാണ്, ജീവിക്കുകയാണോന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ജീവശവമായിട്ട് ജീവിക്കുകയാണ്. പ്രൈസല്ലോ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മന്ദിരത്തിൽ ദൈവത്തിന് വസിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാതെ അതിനകത്ത് കൊണ്ട് ചപ്പും ചവറും വാരിയിട്ടു. ഓ സ്വത്രം. അതുകൊണ്ട് സാധാരണ മാന്യന്മാരെക്കാൾ തരം താണ നിലവാരത്തിലേക്ക് അങ്ങനെയുള്ളവർ സ്വത്രം തരം താണു പോയി. എന്നാൽ ദൈവം പറയാ, നീ തരം താണു പോകാനുള്ളവരല്ല, നീ ഉയർന്നു വരാനുള്ളതാ. കാരണം എന്താ? നിന്റെ ഭവനത്തിൽ യേശു വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് വസിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തോ, നീ ജാതികളെക്കാൾ ഉന്നതമായ നിലവാരത്തിലേക്ക് ദൈവം നിന്നെ കയറ്റിക്കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ പേരിൽ സ്വത്രം ഒരാളും സ്വത്രം പറഞ്ഞു ചിരിക്കാൻ, നശിച്ചു എന്ന് പറയാൻ ഇടവരാതെ വണ്ണം നിന്റെ പ്രതിസന്ധികളിലൊക്കെ കർത്താവ് കൂടെ ഇരുന്ന് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റണം. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരത്തെ അതിന്റെ പവിത്രതയെ സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ജീവിതം തകർന്നു പോകാനുള്ളതല്ല, ജീവിതം അധപ്പതിച്ചു പോകാനുള്ളതല്ല, ജീവിതം ഒരു നിന്നാവിഷയമാകാനുള്ളതല്ല, ജീവിതം ഒരു അനുഗ്രഹമാകാനുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 20-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. ഇച്ചിരിയോടെ വിശുദ്ധമായി പറയുക. 20-ാമത്തെ വാക്യത്തെ എന്താ പറയണേ? നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആമേൻ. സ്തോത്രം. ഏതാണ് ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം? മൂലക്കല്ല്, ഏറ്റവും അടിയിൽ കിടക്കുന്ന ആദ്യം വെക്കുന്ന കല്ല്, നമ്മുടെ സഭയുടെ കണക്കിനനുസരിച്ച് പ്രാർത്ഥിച്ചിടുന്ന കല്ല്. സ്തോത്രം. ആമേൻ. അതാണ് ഭവനത്തിന്റെ മൂലക്കല്ല്. സ്തോത്രം. എന്നാൽ അടിസ്ഥാനം അതിന്റെ മീതെ പണിയുന്ന കല്ലുകളാണ്. ആമേൻ. അതിന്മീതിയാണ് എന്ത് നിൽക്കുന്നത്? വീട് നിൽക്കുന്നത്. എന്നതുപോലെ ആത്മസഭയാകുന്ന നമ്മൾ നിൽക്കേണ്ടത് ഏറ്റവും അടിയിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്റെ മീതെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. ആ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമേൻ ലേഖനങ്ങളാണ്. മനസ്സിലായോ? ആമേൻ. അത് ലേഖനങ്ങളാണ്. നമ്മൾ അനുദിനം സ്തോത്രം ആ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ഭവനം പണിയേണ്ടത്. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരായി ഇട്ടിരിക്കുന്ന ലേഖനം. എങ്ങനെ ഒരു ദൈവ പൈതലായിരിക്കണം, എങ്ങനെ ഒരു ബൈബിൾ പ്രവർത്തിക്കണം, എങ്ങനെ ഒരു ദൈവ പൈതൽ ജീവിക്കണം എന്ന് ഹല്ലേലൂയ നമ്മൾ വളരെ സ്തോത്രം ഹല്ലേലൂയ സസൂക്ഷ്മം പരിശോധിച്ച് അതിനകത്ത് നമ്മുടെ ഭവനം പണിത ആ ഭവനം നിലനിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ആമേൻ. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരിലൂടെയും ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം പണിയാൻ ആര് സമ്മതിക്കുകയില്ല? പിശാച് സമ്മതിക്കുകയില്ല. പിശാച് സ്തോത്രം ഒരിക്കലും നീ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയണമെന്ന് പറയത്തില്ല. അവൻ പറയും അതൊന്നും കുഴപ്പമില്ല, ഇച്ചിരി തെറ്റിയാലും കുഴപ്പമില്ല, ഇച്ചിരി അനുസരണക്കേട് കാണിച്ചാലും കുഴപ്പമില്ല, ഇച്ചിരി കുറവുകളൊക്കെ ദൈവം ക്ഷമിക്കും. സ്വത്രം. ദൈവം എന്ത് ചെയ്യും? ക്ഷമിക്കും. ദൈവം ആരാ? അവൻ കരുണാസമ്പന്നനല്ലേ? നീ എന്ത് ചെയ്യണ്ട, ബൈബിളൊന്നും അതുപോലെ എന്നിട്ട് തന്നെ പറയും. ഇതുപോലെ അങ്ങ് അനുസരിക്കുന്ന എത്ര പേരുണ്ട് നിന്റെ മുമ്പിൽ? എല്ലാവരും ഒക്കെ കുറവും കുററ്റും ഒക്കെ ഉള്ളവരാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, മുഴുവൻ അങ്ങനെ സ്വത്രം അനുസരിക്കണ്ട അങ്ങനെയൊക്കെ പറയും. സ്വത്രം. ഹല്ലേലൂയ. പിശാച് വളരെ തന്ത്രശാലിയായിട്ട് സ്തോത്രം ക്രിസ്തുവിൽ നിന്ന് ഹല്ലേലൂയ നമ്മളെ മാറ്റിക്കളയാൻ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ പരിമിതമായ അടിസ്ഥാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാനുള്ള തന്ത്രം അവൻ ഉപയോഗിക്കും. എന്നിട്ട്
നമ്മൾ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമായി ഇട്ടിരിക്കുന്ന അടിസ്ഥാനമായ ജീവിതാടിസ്ഥാന ഉപദേശത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭവനത്തിൽ നിന്ന് ആര് പുറത്തു പോകും? ആര് മനസ്സിലായോ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ പുറത്ത് നമ്മുടെ ഭവനത്തെ പണിതാൽ ഈ ഭവനത്തിനകത്ത് കർത്താവ് ഇരിക്കുകയില്ല, കർത്താവ് പുറത്തു പോകും. പിന്നെ അതിനകത്ത് കർത്താവില്ലാത്ത ഭവനത്തിൽ ആര് കയറുമെന്നും യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് പിശാച് കയറും, എന്നിട്ട് അവൻ അങ്ങ് താണ്ഡവമാടും. പിന്നെ ആ വ്യക്തി ജീവിക്കുന്നതിൽ പോലും ഒരർത്ഥവുമില്ല. ആമേൻ. പണ്ടുള്ളവർ പറഞ്ഞു, ഏത് ഗുണം പിടിക്കാത്തവനും പെന്തക്കോസിൽ പോയി ഗുണം പിടിക്കും. സ്തോത്രം. ഇനി അവിടെ പോയി ഗുണം പിടിക്കാത്തവന് ലോകത്തിൽ എവിടെ ചെന്നാലും ഗുണം പിടിക്കുകയില്ല. ഇനി അവനെ രക്ഷിപ്പാൻ ഒരാൾക്കും കഴിയുകയില്ല. ദൈവത്തിന് കാരണം അവിടെ ഗുണം വരാത്തവന്റെ അകത്ത് മുഴുത്ത ഭൂതം ഇന്നലെ ഉള്ളതിന്റെ 7 മടങ്ങ് കയറും. പിന്നെ അവനെ ആർക്കും അടക്കാൻ പറ്റുകയില്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. അതുകൊണ്ട് സ്തോത്രം, ദൈവമക്കളെ, പിശാച് നമ്മളോട് പറയും, അപ്പോസ്തലന്മാരുടെ ഉപദേശമൊന്നും കേൾക്കണ്ട, അല്പമൊക്കെ തെറ്റാകാം, അല്പമൊക്കെ എല്ലാ കുരുത്തക്കേടും, അത് വ്യഭിചാരമായാലും, അത് സ്തോത്രം മറ്റ് പല പരിപാടിയാണെങ്കിലും അതൊക്കെ കുറേയൊക്കെ കുഴപ്പമില്ല. നമ്മൾ ചിലത് ആ അടിസ്ഥാനത്തിൽ മേൽ മാറുമ്പോൾ, മാറ്റം വരുമ്പോൾ അതിനകത്ത് ആ പഴുതിലൂടെ പിശാച് അകത്ത് കയറി ഭരണം നടത്തും. യേശു കർത്താവ് പുറത്തു പോകും. ആ ഭവനത്തിന്റെ അവസ്ഥ യേശു പറഞ്ഞു, അത് വല്ലാതെ വഷളായി പോകും. പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അസാധാരണമായി ദോഷമായി പോകും. എപ്പോ? ദൈവത്തിന്റെ ഉപദേശത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നമ്മളെ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മള് സ്തോത്രം, ഇപ്പൊ മാധ്യമമൊക്കെ വല്ലാതെ സ്തോത്രം, യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താ നമ്മൾ എത്ര വിശുദ്ധി നിന്നാലും, എത്ര അപ്പോസ്തലന്റെ അടിസ്ഥാനത്തിൽ നിന്നാലും നമ്മൾ ശരിയല്ലെന്നും കുറെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. കുറേ പേര് ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്നും പറയും. പക്ഷെ ഞാൻ പറയാം, പറയണവരെന്തും പറഞ്ഞോട്ടെ, നീ അപ്പോസ്തലന്റെ അടിസ്ഥാനമായ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമായിരിക്കുന്ന ലേഖനത്തിലൂടെ വിശുദ്ധ ജീവിതം നയിക്കുമ്പോ വേറൊരു പറയും, സ്വത്രം. ചിലർ ചോദിക്കും, നീ ഏത് സഭയാണെന്ന് ചോദിക്കും. ഇന്ന സഭ. ആ സഭയാണെങ്കിൽ ഇത് ഒരു ഉപദേശമാണെന്ന് പറയും. ഞാൻ പറയട്ടെ, സഭയല്ല ഉപദേശം പ്രഖ്യാപിക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകമാണ്. വേദപുസ്തകം പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മളെ പണിതോ. ഞാനൊരു കാര്യം പറയാ, സഭ ചേർക്കാൻ വേണ്ടി വരുമ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക പേരുള്ള സഭയെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. മറിച്ച് സഭയായ നമ്മെ ദൈവ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായി ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ പണിത സഭയെ പണി കൊണ്ടുപോകാൻ ആ കർത്താവ് വരുന്നത്. അതുകൊണ്ട് ആ വരവിൽ നമ്മൾ രൂപാന്തരപ്പെട്ടു പോകാൻ സ്വത്ര ആരെങ്കിലും പറയുന്നതിന് പുറകെ നമ്മൾ പോകരുത്. സ്വത്ര ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ ചെയ്യരുത്. ആരെങ്കിലും ലേഖനത്തിനകത്തോടെ മാത്രം യാത്ര ചെയ്യുമ്പോ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ മാത്രം യാത്ര ചെയ്യുമ്പോ, അതിന് വിരുദ്ധമായി ആരെങ്കിലും അങ്ങനെ നടക്കുമ്പോഴും നീ ശരിയല്ലെന്ന് പറയുമ്പോ, അവൻ പറയുന്ന പിശാച്, അവൻ പോഷ്ക പറയുന്നവനും അവന്റെ അപ്പനുമായതുകൊണ്ട് നീ അതിന് ചെവി കൊടുക്കണ്ട. ഒറ്റ കാര്യം നീ ചിന്തിക്കുക, ലേഖനത്തിൽ എന്ത് പറയുന്നു, പ്രവാചകന്മാർ എന്ത് പറയുന്നു, വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു, അത് മാത്രമേ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് എൽദോപ്പാസ് പറഞ്ഞാലും നിങ്ങൾ ചെയ്യരുത്. കാരണം ബൈബിളിന് വിരുദ്ധമായി പറഞ്ഞാൽ ആ പറയുന്നത് പിശാചിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളും സ്വത്രം വചനത്തിലേക്ക് വരണം. ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ എന്താണ്? ആ ഉപദേശത്തിനകത്ത്, ആ പറഞ്ഞതിനകത്ത് ആഴത്തിലേക്ക് ചെല്ലുക. ബൈബിൾ പറയുന്നത് അനുസരിക്കുക. നമ്മൾ നമ്മുടെ ഭവനം പണിയേണ്ടത്, ദൈവ ഭവനമാകുന്ന നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം പണിയേണ്ടത് അടിസ്ഥാനപരമായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കണം. ഞാൻ അങ്ങനെ തന്നെ പണിയും, എന്റെ ജീവിതം അങ്ങനെ തന്നെ ഞാൻ നിലനിർത്തുമെന്ന് ഉറപ്പുള്ളവരൊരു സ്തോത്രം പറഞ്ഞു.
ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 21. ആമേൻ. ഇംഗ്ലീഷിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു മോനെ. 21-ാമത്തെ വാക്യം. ആമേൻ. എന്താണ് അവിടെ പറയുന്നത്? ആമേൻ. We who believe are carefully, ആമേൻ, carefully joined together. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൽ വിശ്വസിച്ചവർ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം തൻ്റെ, ആമേൻ, സ്തോത്രം, ഇനി ഇച്ചിരിയോട് വിശാലമായിട്ട് നാം ദൈവത്തിൻ്റെ, ആമേൻ, സ്തോത്രം, ആലയമാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വി ആർ കെയർഫുള്ളി, നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ, ആമേൻ, നമ്മൾ എല്ലാവരും കൂടെ ചേരുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും ഇതൊരു ദൈവത്തിൻ്റെ ആലയമാണ്. ഇനി ആമേൻ, ഇച്ചിരിയോടെ വിശാലമായി പറഞ്ഞ ലോകത്തിലുള്ള സകല വിശ്വാസികളും ദൈവത്തിൻ്റെ അപ്പോസ്തല ഉപദേശത്തിനകത്ത് നിലനിൽക്കുന്ന സകലരും ആരാണ്? ആമേൻ, ദൈവത്തിന്റെ ഭവനക്കാരാണ്. ഓരോരുത്തരും ദൈവം എന്ത് ചെയ്യുന്നു? കെയർഫുള്ളി ജോയിൻഡ് ടുഗദർ. വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്തിരിക്കുക? നമ്മൾ ചേർത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ ഒരു കട്ടയായിട്ട് നമ്മൾ ദൈവഭവനത്തിൽ ചേർത്ത് കെയർഫുള്ളി, വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടെ ദൈവം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഭവനത്തിനകത്ത് ദൈവം കെയർഫുള്ളി ചേർത്ത് വെച്ചിരിക്കുന്ന നാം കെയർഫുള്ളായി ചേർന്നിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, തമാശയെന്നോ, ആമേൻ, ഹല്ലേലൂയ, ഇച്ചിരി പറഞ്ഞ പിശാചിന്റെ തന്ത്രമെന്നോ പറയട്ടെ, ആമേൻ, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കാൻ പിശാച് സമ്മതിക്കില്ല. സ്തോത്രം. എപ്പോഴും ഞോണ്ടി ചൊറിഞ്ഞ് ഇരിക്കുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, മാക്സിമം ചേർന്നിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കഴിയുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം. അബോധ്യമുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ഭിന്നിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല. സ്തോത്രം. ആമേൻ. എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനകത്ത്, സ്തോത്രം, എന്ത് ചെയ്യുന്നു? ആമേൻ, ഒരു വിഘടനം ഉണ്ടാക്കുന്നത് പൈശാചിക ആത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മളോട് പറഞ്ഞ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ, സ്തോത്രം, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സഭ, അതിനോട് നമുക്ക് ഇച്ചിരി ആത്മാർത്ഥത വേണം. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവമക്കൾ എന്ന് പറഞ്ഞ് ദൈവ അപ്പോസ്തല ഉപദേശത്തിൽ നിൽക്കുന്നവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല ഹൃദയവും നമുക്ക് വേണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ കയ്യിലെ ആയുധം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അങ്ങോട്ട് കുറ്റം. ഇപ്പം നമ്മുടെ യൂട്യൂബ് തുറന്നാൽ മതി. സ്തോത്രം. വെറുതെ അവയ്ക്കാതി പറയുക. ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ ഒരു ഭാഗം, ഒരു സ്തോത്രം, ഒരു വാക്ക് കട്ട് ചെയ്തേച്ച് ഇപ്പം മഹാഭാവിയാണ്. എടീ, നമ്മൾ ഒരുവനെ ആമേൻ കുറ്റം വിധിക്കുമ്പം അവൻ്റെ സ്തോത്രം ഒരു സന്ദേശമാണെങ്കിൽ, 1 മണിക്കൂറത്തെ സന്ദേശമാണെങ്കിൽ ആ ടോട്ടൽ സന്ദേശം എടുക്കണം. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സ്വഭാവം അറിയണം. സ്തോത്രം. മനുഷ്യൻ ആരും പൂർണ്ണനല്ല, ഒരു വാക്കും പൂർണ്ണമല്ല. ഒരു മെസ്സേജ് പൂർണ്ണമാകണമെങ്കിൽ ടോട്ടൽ മെസ്സേജ് ആയിരിക്കണം. ഒരു വ്യക്തി ആരാണെന്നറിയിൽ ആ ടോട്ടൽ മനുഷ്യൻ്റെ മനോഭാവം, ഹൃദയം, ചിന്ത, ജീവിതം എല്ലാം മനസ്സിലാക്കണം. അല്ലാതെ അവൻ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ
കുറ്റം പറയുമ്പോൾ നാം പറയാ അന്യനെ വിധിക്കുന്ന നീ സ്വത്രം വിധിക്കപ്പെടുക. നീ ആരാ വിധിക്കാൻ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരെയും വിധിക്കുമ്പോൾ അതിന്റെ പുറകെ കൊടി പിടിക്കാൻ നമ്മൾ പോകണ്ട. വിധിക്കുന്നവനും അവനും കർത്താവുമായിട്ട് തീർത്തോട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിധിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാ നിന്നെ ഞാൻ ചേർത്തിരിക്കുകയാണ്. സ്വത്രം. ഹല്ലേലൂയ. അബേ സ്വത്രം. തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യുന്നു? പാപത്തെ മറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ വേറൊരു വ്യക്തി ഒരു കുറ്റം ചെയ്ത, നീ നമ്മുടെ അറിയാവുന്ന അയൽവാസിയാകാം, കുടുംബക്കാരാകാം, അല്ലെങ്കിൽ സ്വത്ര സഭക്കാരാകാം, ഒരു പെങ്കൊച്ചിന് ഒരു അബദ്ധം പറ്റിയെന്നിരിക്കട്ടെ. സ്വത്രം. നമ്മൾ എന്ത് ചെയ്യും? സ്വത്രം. ഈ സ്നേഹം ഉണ്ടെന്ന് പറയുന്ന ആൾ, ഞാൻ ദൈവവൈദ്യലാണെന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ ഇപ്പോൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കും. സ്വത്രം. സഹോദരി. സ്വത്രം. പേര് അല്ലെങ്കിൽ സഹോദര, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പേര് പറഞ്ഞതിന് അത് വലിയ പുല്ലാപ്പാവണ്ട. സ്വത്രം. അറിഞ്ഞു. എന്തറിഞ്ഞു? ആ കൊച്ചിൻ്റെ ഇന്നാളുടെ മോള്. സ്വത്രം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആ പെണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. സ്വത്രം. ഹല്ലേലൂയ. പിന്നെ എന്തോ ഒരു ചെറിയ കാര്യം കണ്ടത്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെട്രോളും കൂടെ ഒഴിച്ച് കുറച്ച് തീ കൂടെ കൊളുത്തി. സ്വത്രം. പിന്നെ എന്നിട്ട് പറയും ആരോടും പറയരുത് കേട്ടോ. എന്നിട്ട് അത് ശരി ശരി ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്യില്ല. ഈ പുള്ളി എടുത്ത് അടുത്ത ആളെയും വിളിച്ചു. സ്വത്രം. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ഭയങ്കര ദൈവസ്നേഹമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭവനത്തിൽ സ്വന്തം കൊച്ചിന് അത് വന്നാലോ? വേണമെങ്കിൽ പെരക്കാത്ത കേട്ടോ. എനിക്കൊരു അമ്മേനെ അറിയാം. സ്വത്രം. അമ്മ അനുസരണക്കേട് കാണിക്കുന്ന മോളെ ഭർത്താവില്ലാതെ വളർത്തിയതാണ്. പെരക്കാവത്ത് കൊണ്ട് വെച്ചിട്ട് കഴുത്ത് പിടിച്ചിട്ട് വയറ്റത്ത് ഇടിക്കും. സ്വത്രം. തൻ്റെ അടി പോയ അമ്മയാണ്. സ്വത്രം. ഹല്ലേലൂയ. വയറ്റത്ത് തന്നെ കൂമ്പിന് ഇടി കൊടുക്കും. ആണുങ്ങൾ ഇടിക്കണ പോലെ. എന്നിട്ട് പറയും ഞാൻ പറയണ പോലെ അല്ലാണ്ട് ഈ വീട്ടിൽ ചലിച്ചു പോരുത്, പേടിച്ചിട്ട് മൂടുമിണ്ടാതിരിക്കും. സ്വത്രം. ഹല്ലേലൂയ. അങ്ങനെ സംഭവം ഉണ്ടായത് എൻ്റെ ചെവി കേട്ടിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. സ്വത്രം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അമ്മയായിരുന്നു. മക്കളെ 2 പെൺമക്കളെ അങ്ങനെ വളർത്തി. സ്വത്രം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, സ്വന്തം കുഞ്ഞിന് വരികയാണെങ്കിൽ പെരക്കകത്ത് കയറ്റിട്ട് കൂച്ചിപ്പിടിച്ച് ഇടിച്ചിട്ട് വേറെ രണ്ടാമതൊരു വ്യക്തി അറിയാതെ അതിനെ മറച്ചു കളയുമെങ്കിൽ ആ കൊച്ചിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് സ്വത്രം പാപത്തെ മറച്ചു വെക്കണതെങ്കിൽ, ദൈവമക്കളെ നമ്മൾ ദൈവരാജ്യത്തിന്റെ ദൈവസഭയുടെ ഓരോ കഥകളായി ദൈവം കെയർഫുള്ളി നമ്മളെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഞാൻ ചേരത്തില്ലെന്ന് പറഞ്ഞ് തള്ളി അതിനെ മറിച്ചിട്ട് സ്വത്രം അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഈ ഭാരമെല്ലാം കൂടെ ചുമന്നിട്ട് നമ്മൾ ഉടഞ്ഞു പോകരുത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇതൊക്കെ വലിയ മർമ്മമാണ്. ഇതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ അകത്ത് കയറ്റി ദൈവത്തിന്റെ ഭവനക്കാരായ നാം ഒന്നിനോടൊന്ന് ചേർന്നിരിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്. പിശാച് വന്ന് പറയുമ്പോ നീ മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞ് പരസ്യമാക്കാൻ നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം പാപത്തെ മറക്കുകയാണെങ്കിൽ കുറവ് വിളിച്ചു പറഞ്ഞ് അവനെ പരിഹസിച്ച് നാറ്റിക്കാൻ വേണ്ടി ഒരുപ്പെട്ട ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ നീ മാറിയത് മനസ്സിലാക്കിക്കോണം. അവൻ ദൈവ പൈതലല്ല, അവൻ പിശാചിന്റെ കയ്യിലെ ആയുധമാണ്. ഇവൻ സ്വോത്രം പറയുന്നെങ്കിലും ഇവൻ അന്യഭാഷ പറഞ്ഞാലും അത് പാസ്സായാലും വിശ്വാസിയായാലും അവനെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ കൃപയല്ല, ദുരാത്മാവിന്റെ ഒരു വ്യാപാരമാണ്. അന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വോത്രം അവനെ അകറ്റി നിർത്തുക, അവളെ അകറ്റി നിർത്തുക. സ്വോത്രം. ദൈവം പറയുന്നു നീ ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് നിന്നെ കെയർഫുള്ളി ദൈവം ചേർത്ത് വെച്ചതുകൊണ്ട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം നമ്മളെ പണിതത്? സ്വത്രം. 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവന്റെ ആത്മാവിൽ നമ്മളിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യേണ്ടതിന് വേണ്ടിയാ?
വസിക്കേണ്ടതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 22 വാക്യത്തിൽ അവൻ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസം, ഇംഗ്ലീഷിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ അത് എങ്ങനെ പറയുന്നത്? ആമേൻ, സ്തോത്രം. അവൻ തൻ്റെ ആത്മാവിൽ നമ്മളിൽ വസിക്കാൻ വേണ്ടി. ദൈവം ആമേൻ എന്തിനു വേണ്ടിയാ? നമ്മുടെ സ്തോത്രം ഇങ്ങനെ കെയർഫുള്ളായിട്ട് ആമേൻ ഓരോ ആമേൻ കഥകളായിട്ട് ഓരോ വ്യക്തികളായി ആമേൻ ദൈവത്തിൻ്റെ ഭവനത്തിന് ആമേൻ കെയർഫുള്ളി ചേർത്ത് പണിത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, ആമേൻ നമ്മുടെ കർത്താവ് വസിക്കാനാ. അതുകൊണ്ട് ആമേൻ ഒന്നോട് ഞാൻ പറയാ, അവന് വസിക്കാൻ വേണ്ട എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു പുതിയ തീരുമാനങ്ങൾ പല വിഷയത്തിനകത്ത് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ചില പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ അകത്ത് എൻ്റെ അപ്പം വസിക്കുന്നതിന് തടസ്സമായി ഒന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് ഒരു തീരുമാനം എടുക്കണം.